പലരും ഈ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഫ്രണ്ട് എന്ത് ചെയ്യുക, ബായ്ക്ക് എങ്ങോട്ട് പോകുന്നു, ഫ്രണ്ട് എങ്ങോട്ട് പോകുന്നു, ഇതൊക്കെ നോക്കാൻ പോകുന്നുണ്ട്. കയ്യിൽ നിന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ള കാരണം നമുക്കിപ്പോ ബായ്ക്ക് നമുക്ക് കറക്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ കൂടെ എന്ത് ചെയ്തോളും, ഫ്രണ്ട് കറക്റ്റ് ആയിട്ട് വന്നോളും. ഇത് കണ്ടില്ലേ, കൃത്യമായിട്ട് നമുക്ക് ആ വണ്ടി അവിടെ കിടക്കുന്ന സമയത്തും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, റിവേഴ്സ് എടുക്കാം. അപ്പൊ നിങ്ങളും പഠിച്ചു വെച്ചിരിക്കുന്ന ഫസ്റ്റ് ഗിയർ ആണ് പവർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് ആ മിററിൽ നോക്കുമ്പോൾ ഈ വണ്ടിയുടെ ഇപ്പുറത്തോടെ നമുക്ക് സ്പേസ് ഉണ്ട്. എന്നിട്ട് ആ സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കണം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഇടയിലൂടെ വീണ്ടും ഒരു വിടവിടെ ഈ മിററിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വണ്ടി ഇതിന്റെ ഇടയിലൂടെ ഇറങ്ങി പോകുന്ന അർത്ഥം. അതല്ല, റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇത് കണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഗ്യാപ്പ് കാണാതെ ഞാൻ നിർത്താൻ പോവാണ്. വണ്ടി പോയി തട്ടും. അപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ ഇടയിലൂടെയുള്ള ഗ്യാപ്പ് ഇല്ല, കണ്ട ആ വണ്ടി തട്ടും. എന്തുകൊണ്ടാണ് ഗ്യാപ്പ് തട്ടാൻ കാരണം? നമ്മൾ നോക്കുന്ന ഈ ഒരു ഭാഗം ഇത് കണ്ടില്ലേ, ഇവിടെ ഈ ഭാഗം നോക്കുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ് ഇട്ട് കൊടുക്കാതെ ഇതേപോലെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുമ്പോട്ടും എടുക്കുന്നത് പോലെ തന്നെ റിവേഴ്സ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഈ വാഹനം ഓടിച്ച് പഠിക്കാൻ തുടങ്ങുന്നവർക്ക് റിവേഴ്സ്, അതുപോലെ തന്നെ വണ്ടി മുൻപോട്ട് ഓടിക്കുമെങ്കിലും റിവേഴ്സ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് കൃത്യമായിട്ടൊരു മിററിൽ നോക്കി ഒരു വാഹനം എളുപ്പത്തിൽ റിവേഴ്സ് എടുക്കാൻ പഠിക്കുക, എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്നതിനെ പറ്റി ഇന്നത്തെ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അറിയാവുന്ന ആരും ഇത് കാണുന്നില്ല, കാരണം നിങ്ങൾക്കറിയാം. വെറുതെ നിങ്ങൾ ഈ വീഡിയോ കണ്ട സമയം കളയേണ്ട ഒരു കാര്യമില്ല. അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മുടെ ചാനൽ അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് യൂട്യൂബ് വഴിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതുതായിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം നിങ്ങൾ അതുവഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് ഒരു കാര്യം കൂടി, ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിൽ തനിയെ വാഹനം ഓടിക്കുവാൻ അതിയായ ആഗ്രഹമാണ്, പക്ഷെ പേടിയാണ്. പലരും നെഗറ്റീവ് കമന്റുകൾ തരുന്നു, വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഈ ഒരു പ്രായത്തിൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ആ ട്രിക്കും ടിപ്സ് എന്നാ പിന്നെ വീഡിയോയുടെ പറയുന്നത് കഴിഞ്ഞാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. ഒരാളുടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാൾക്ക്, മറ്റൊരാളുടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാൾക്ക്. അതെന്താണെന്ന് വണ്ടിയിൽ കയറി ഇരുന്ന് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ആ ഒരു മിസ്റ്റേക്കിനനുസരിച്ച് പറഞ്ഞാലേ നിങ്ങൾക്ക് കാര്യമുള്ള. അതുകൊണ്ടാണ് നമ്മൾ 99 പേരും ലൈസൻസ് കിട്ടിയിട്ട് വീട്ടിൽ കയറി ഇരിക്കാനുള്ള കാരണം. കാരണം മിസ്റ്റേക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. നമുക്ക് ലൈസൻസ് കിട്ടി നമ്മൾ പഠിച്ചാന്ന് പറയും, സ്വന്തം വണ്ടി വീട്ടിൽ കിടന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ്. ആ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാത്തത് കൊണ്ടാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ പ്രയാസം. ആ ട്രിക്കുകളും ടിപ്സുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, വീട്ടിലാണെങ്കിലും പറ്റും. ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസിന് 1-2 പ്രാക്ടീസ് പോലെ പ്രായം കൊണ്ട് നിർത്തിക്കും. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം, 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനവും വീട്ടിലുണ്ടായിട്ട് ഞാൻ പഠിച്ചതാണെന്ന് നമ്മൾ എന്തുകൊണ്ട് നോക്കിയിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ പറഞ്ഞ് ഞാൻ പ്രാക്ടീസ് നടക്കും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അതായത് നമ്മൾക്ക് ഒരു വാഹനം നമ്മൾ റിവേഴ്സ് എടുക്കും. നമ്മൾ മുൻപോട്ട് ഒരു വാഹനം ഓടിക്കുമ്പോൾ എങ്ങോട്ടാണ് നമ്മൾ നോക്കിയിരിക്കുക? മുൻപോട്ടാണ്. എന്ന് പറഞ്ഞ പോലെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ മുൻപിലോട്ട് നോക്കിയിരുന്നാലോ അതുപോലെ സൈഡിലേക്ക് നോക്കിയിരുന്നാലോ നമുക്ക് ബൈക്കിൽ എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ നമുക്ക് തന്നെ അറിയാം റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്നാണ്. അപ്പൊ നമുക്ക് മിററിൽ, രണ്ട് സൈഡിലെ മിററുകളിൽ നോക്കിയാലേ ബൈക്കിൽ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയത്തുള്ളൂ. പലരും എന്ത് ചെയ്യും, ഈ മുൻപോട്ട് ഓടിക്കുമ്പോൾ നമ്മളെല്ലാം എന്തായാലും മുൻപോട്ട് നോക്കിയിരുന്ന് ഓടിക്കും, തിരിഞ്ഞു ഓടിക്കുന്നില്ല. അത് എല്ലാവർക്കും കൃത്യമായിട്ട് ഏത് കുഞ്ഞിനോട് ചോദിച്ചാലും പറഞ്ഞു തരും, നമുക്ക് മുൻപോട്ട് തന്നെ നോക്കിയിരുന്നാലേ കൃത്യമായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. ബൈക്കിലേക്ക് നോക്കിയിരുന്നാൽ കൃത്യമായിട്ട് മുൻപോട്ട് വണ്ടി പോയില്ലെന്നറിയാം. അതേ സമയത്ത് പലരും എന്ത് ചെയ്യും, റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ നേരെ നോക്കിയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സൈഡ് നോക്കിയിരിക്കും. വണ്ടി പോകുന്നത് എങ്ങോട്ടാ? റിവേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ബൈക്കിൽ എന്തെങ്കിലും കൃത്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നോക്കിയിരുന്നാലേ അറിയത്തുള്ളൂ? കറക്റ്റായിട്ട് നമ്മൾ മിററിൽ നോക്കി, രണ്ട് സൈഡിലെ മിററുകളിൽ നോക്കിയാലേ ബൈക്കിൽ എന്താണെന്ന് അറിയത്തുള്ളൂ. കാരണം നമ്മൾ ബൈക്കിലേക്കാണ് വണ്ടി വരുന്നത്, റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ബൈക്കിലേക്കാണ് വണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു നമ്മുടെ വണ്ടി തട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈക്ക് തട്ടത്തുള്ളൂ, ഫ്രണ്ട് അല്ല തട്ടുന്നത്. അപ്പൊ നമ്മൾ എവിടെ നോക്കിയാലേ തട്ടുമോ ഇല്ല നോക്കിയിരിക്കുക, എന്നാലും കറക്റ്റായിട്ട് തട്ടുമോ ഇല്ല നമുക്ക് അറിയത്തുള്ളൂ. നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് മിററിൽ നോക്കിയിരുന്നാലേ കൃത്യമായിട്ട് തട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തുള്ളൂ. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് വീഡിയോ നേരത്തെ ചെയ്യുന്നത്. പലരും വന്നിട്ട്
കമന്റായിട്ട് വന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് ഞാൻ ഇന്നൊരു വീഡിയോ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾക്കൊരു വാഹനം മേടിക്കാൻ മിസ്റ്റേക്ക്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? റിവേഴ്സ് എടുക്കാനാണോ, ഗിയർ ഇടാനാണോ, അതുപോലെ സ്റ്റിയറിംഗിന്റെ ബാലൻസോടാണോ, ക്ലച്ചിന്റെ കൺട്രോൾ ആണോ, എന്താണ് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് ഞാൻ അത് വീഡിയോ ആയിട്ട് ഞാൻ ഓരോന്ന് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞു തന്നെ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരുപാട് പേര് റിവേഴ്സിനെ പറ്റിയാണ് കൂടുതലും പേര് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഞാൻ ആ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എന്താണ്, ഞാൻ ഫേസ്ബുക്കിനകത്താണെങ്കിലും അതുപോലെ തന്നെ യൂട്യൂബിലാണ് നിങ്ങളുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാനത് വീഡിയോ രൂപത്തിലോ പറഞ്ഞു തരുന്നതായിരിക്കും. എന്ത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ അത് കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. പിന്നെ നമുക്ക് എങ്ങനെയാണ് റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ ഏത് സൈഡിലാണോ നമ്മൾ ചേർന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ വണ്ടി കിടക്കുന്നു, എനിക്ക് ബാക്കിലേക്കാണ് പോകേണ്ടത്. ഈ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഈ വണ്ടിയിലും തട്ടരുത്, ഈ ഫിറ്റയിലും തട്ടരുത്. എനിക്ക് ബാക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ 2 സൈഡിലെ മിററിൽ നോക്കണം. ആദ്യം നമുക്ക് ആ മിററിൽ നോക്കുമ്പോൾ ഈ വണ്ടിയുടെ ഇപ്പുറത്തോടെ നമുക്ക് സ്പേസ് ഉണ്ട്. എന്നിട്ട് ആ സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കണം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഇടയിലൂടെ വീണ്ടും ഒരു വിടവിടെ ഈ മിററിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വണ്ടി ഇതിന്റെ ഇടയിലൂടെ ഇറങ്ങി പോകുന്ന അർത്ഥം. അതല്ല, നമ്മളിപ്പോ ഈ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ കൊണ്ട് നിർത്തിയ സമയത്ത് കുറേ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഈ മിററിൽ കൂടെ നോക്കുമ്പോൾ ഇവിടെ ഗ്യാപ്പ് ഇല്ല, ഇവിടെ ഈ ഗ്യാപ്പ് നമുക്ക് കാണുന്നില്ല. അങ്ങനെയുണ്ട് നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യണം, നമ്മൾ ഇച്ചിരി നമ്മൾ അങ്ങോട്ടൊന്ന് മാറ്റി നോക്കണം. ഇച്ചിരി ഗ്യാപ്പിനോട് ഇപ്പൊ ഇവിടെ ഗ്യാപ്പ് കൂടുതലുണ്ടല്ലോ, കുറച്ചുകൂടെ ചേർത്ത് ഇതിനകത്തോടെ ഒരു വിടവ് കിട്ടത്തക്ക രീതിയിൽ ആ വണ്ടിയുടെ ബാക്കിൽ ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ച് ചെറിയ നമുക്ക് തട്ടാത്ത രീതിയിൽ ഒരു ഗ്യാപ്പ് വെക്കുക. എന്നിട്ട് ഇതിന്റെ ഇടയിലൂടെ നോക്കുക ഗ്യാപ്പ് ഉണ്ടോ ഇല്ലെന്ന്. അങ്ങനെ ഇവിടെ ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ വാഹനം ഇറങ്ങുമെന്നർത്ഥം. അതല്ല, നമ്മളിപ്പോ ഈ ഒരു സൈഡ് ചേർത്ത് വെച്ചു ഇവിടെ ഒരു ചെറിയൊരു വണ്ടി തട്ടാത്ത രീതിയിൽ ഒരു ഗ്യാപ്പ് ആക്കി വെച്ചിട്ട് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ വീണ്ടും നമുക്ക് ആ ഒരു ഗ്യാപ്പ് അവിടെ കാണുന്നില്ല എങ്കിൽ വാഹനം ബാക്കിലേക്ക് വരത്തില്ല. കാരണം നമ്മൾ ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വണ്ടി തട്ടും. കാരണം ഒരുപാട് അങ്ങോട്ട് നീക്കാനും ഇല്ല. കാരണം നമ്മളൊരു വണ്ടി ഇറങ്ങിപ്പോകാനുള്ള സ്പേസ് കറക്റ്റ് ആക്കി വെച്ചിരിക്കുക. കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങിയാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ വണ്ടിയെ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു സ്പേസ് മാത്രം ചെറിയൊരു നമുക്ക് ഒരു കൈയുടെ ഗ്യാപ്പ് മാത്രം കുറച്ച് സ്പേസ് ഇട്ട് കൊടുത്തുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഗ്യാപ്പ് ഇല്ല എങ്കിൽ വാഹനം ഇറങ്ങി പോയില്ല എന്നർത്ഥം. ഇവിടെ തട്ടും നടത്താം, ഏതൊരു സൈഡ് തട്ടും നടത്താം. ഇപ്പൊ 2 സൈഡിൽ നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ടൊക്കെ വെച്ചു. ഇവിടെ സ്പേസ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വാഹനം നമുക്ക് പിന്നെ തട്ടത്തില്ല. നമ്മൾ ഏത് സൈഡാണോ ചേർന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ സൈഡിലെ മിററിൽ മാത്രം നോക്കുക. അപ്പൊ ആ സ്പേസ് നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ ചേർന്ന് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കിക്കൊണ്ട് ആ ഒരു സ്പേസ് നമ്മൾ ഇട്ടത് വീണ്ടും ഇങ്ങോട്ട് ഗ്യാപ്പ് കൂടുതലാകാതെ നമ്മൾ ഇവിടെ തന്നെ എന്ത് ചെയ്താൽ മതി, ചേർത്ത് കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ ഇറങ്ങിപ്പോരും. അതേ സമയത്ത് നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് വീണ്ടും 2 സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുക, അല്ല മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ബാക്ക് എങ്ങോട്ട് പോകുന്നു അറിയില്ല. നമ്മൾ ഒരു സൈഡ് തന്നെ ചേർന്ന് അങ്ങേ സൈഡ് നമുക്ക് നോക്കേണ്ട കാര്യം വരത്തില്ല. അവിടെ ഗ്യാപ്പ് ഉണ്ടാകും, ആ സൈഡ് തന്നെ ചേർത്തെടുക്കുക. ഞാനത് ഉദാഹരണത്തിനെടുത്ത് കാണിച്ചു തരാം. ഇതിന് നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് നമുക്ക് നോക്കും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ കണ്ടില്ല, നമുക്ക് ആ വണ്ടിയെ തട്ടത്തില്ല. ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇപ്പുറത്ത് നമുക്ക് ഇതുപോലെ കിട്ടുമോ നോക്കണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ മിററിൽ കൂടെ നോക്കുമ്പോൾ അവിടെ ആ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ വണ്ടി ഇറങ്ങിപ്പോകുന്ന അർത്ഥം. കാരണം നമ്മളിപ്പോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് തന്നെ ഇങ്ങോട്ട് മാറിയാ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് അത് തട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗ്യാപ്പ് കൂടുതലാണ്. ആ ഗ്യാപ്പ് ഒരു കാരണവശാലും നമ്മൾ ഒരിടത്തും എന്ത് ചെയ്യരുത്, കൂട്ടിയിടുക. ഉദാഹരണം ഞാൻ നനക്കി കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, അതായത് ഇപ്പൊ നമ്മൾ ഇപ്പൊ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇത് കണ്ടില്ല, നമുക്ക് ഇവിടെ നിന്ന് ഗ്യാപ്പ് കാണാതെ ഞാൻ നിർത്താൻ പോവാണ്. ഇപ്പൊ ഈ വണ്ടിയായിട്ട് നമുക്ക് അതിന്റെ ആ വണ്ടിയെ പോയി തട്ടും. അപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ ഇടയിലൂടെയുള്ള ഗ്യാപ്പ് ഇല്ല, കണ്ട ആ വണ്ടി തട്ടും. അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് തട്ടാൻ കാരണം, നമ്മൾ നോക്കുന്ന ഈ ഒരു ഭാഗം ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്, കണ്ട. അപ്പൊ ഇവിടെ ഗ്യാപ്പ് കൂടി, കണ്ട ഇവിടെ ഗ്യാപ്പ് ഇല്ല, കണ്ട. അപ്പൊ നമുക്ക് പോകത്തക്ക പോലെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ആക്കി കൊടുക്കുക. വണ്ടി പോകത്തക്ക പോലെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കണ്ടില്ല. ഈ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടിയെ പോയി ഇനി തട്ടുകയില്ല. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങേ സൈഡിൽ കണ്ട, നമ്മൾ ഈ സൈഡ് ചേർന്ന് പോകുന്നുണ്ട്, അങ്ങേ സൈഡ് നല്ല ഗ്യാപ്പ് ഉണ്ട്, അങ്ങേ സൈഡ് എങ്ങും പോയി തട്ടുകയില്ല. ഉദാഹരണത്തിന് ഞാൻ മുമ്പിലൂടെ മുമ്പിൽ ഞാൻ കാണിച്ചുതരാം ഈ സംഭവം എങ്ങനെയാണെന്നുള്ളത്. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോ ഇവിടെ ഈ ഒരു സൈഡ് കണ്ട, അവിടെ നിന്ന് വണ്ടി ഇറങ്ങി പോകണം, കണ്ട ഇതിലൂടെ നമുക്ക് വണ്ടി ഇറങ്ങി പോകണം. അപ്പൊ നമ്മളിവിടെ കണ്ട ഈ ഒരു സൈഡ് നമ്മൾ ചേർന്ന് തട്ടാത്ത രീതി ഇങ്ങനെ ആകരുത്, ഒരു കാരണവശാലും വണ്ടി തട്ടരുത്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇടുക. ആ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സൈഡിൽ നിന്നുണ്ടാകും നല്ല ഗ്യാപ്പ് ഉണ്ടാകും, കണ്ടില്ലേ, നല്ല സ്പേസ് ഉണ്ടാകും, നമുക്ക് വണ്ടി ഇറങ്ങിപ്പോ. ആ സമയത്ത് നമ്മൾ 2 സൈഡും നമ്മൾ ഒരു സൈഡിലൂടെ മിററിൽ നോക്കിക്കൊണ്ട് മറ്റേ സൈഡിലോട്ട് നമ്മൾ തിരിച്ചോണ്ട് പോയി കഴിഞ്ഞാലോ വണ്ടി തട്ടും. നമുക്കിപ്പം റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കി നമുക്ക് വാങ്ങിക്കോട്ട് ഇറങ്ങി അവിടെ ചേർത്ത് അവിടെ തട്ടാത്ത രീതി ചേർത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡ് ഗ്യാപ്പ് ഉണ്ടാവും. ഇതാണ് ഞാനിപ്പോ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കി ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത്. ആണ് ഞാൻ ആ ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് തന്നെ പോകുമ്പോൾ അങ്ങേ സൈഡിൽ നമുക്ക് നോക്കേണ്ട കാര്യം വരുന്നില്ല, അവിടെ ഗ്യാപ്പ് ഉണ്ടാകും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കും. ഞാനിപ്പോ നോക്കുന്ന ഭാഗം ഇപ്പം ലെഫ്റ്റ് സൈഡ് ആണല്ലോ, ഞാനിവിടെ ഇച്ചിരി ഗ്യാപ്പ് കൂട്ടിയിട്ട് കൊടുത്തു പോയി.
ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ആ നോക്കുന്ന സൈഡ് ഗ്യാപ്പ് കൂട്ടിയിട്ട് ഇറങ്ങി പോകുന്നെങ്കിലോ നമ്മൾ റൈറ്റ് സൈഡ് എന്ത് സംഭവിച്ചു, അവിടെ പോയി തട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും ഒരു സ്പേസ് എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ നോക്കുന്ന സൈഡ് ചേർത്ത് തന്നെ പോവാ, ചെറിയൊരു സ്കെയില് ഗ്യാപ്പ് ഇട്ടു. അപ്പൊ നമുക്ക് ഇങ്ങനെ സൈഡിൽ നോക്കേണ്ടതായിട്ട് വരത്തില്ല. കണ്ട, ഇതേ രീതിയിൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇറങ്ങാം. പലരും എന്ത് ഈ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഫ്രണ്ട് എന്ത് ചെയ്യുക, ബായിക്ക് അങ്ങോട്ട് പോകുന്നു, ഫ്രണ്ട് എങ്ങോട്ട് പോകുന്നു, ഇതൊക്കെ നോക്കാൻ പോകുന്നുണ്ട് കയ്യിൽ നിന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ള കാരണം. നമുക്കിപ്പോ ബായിക്ക് നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ കൂടെ എന്ത് ചെയ്തോളും, ഫ്രണ്ട് കറക്റ്റായിട്ട് വന്നോളും. ഇത് കണ്ടില്ലേ, കൃത്യമായിട്ട് നമുക്ക് ആ വണ്ടി അവിടെ കിടക്കുന്ന സമയത്തും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, റിവേഴ്സ് എടുക്കാം. അപ്പൊ നിങ്ങൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം ഏറ്റവും കൂടുതൽ പവർ ഉള്ള ഗിയർ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഗിയർ ആണ്. അപ്പൊ ഈ റിവേഴ്സ് ഗിയർ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്ന ഫസ്റ്റ് ഗിയർ ആണ് പവർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു കാരണവശാലും നമ്മൾ ഫസ്റ്റ് ഗിയർ അല്ല, റിവേഴ്സ് ഗിയറിനാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. അപ്പൊ നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക, പതിയാണ്. അപ്പൊ പതിയെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വണ്ടി മൂവ്മെന്റ് ആകുന്നുണ്ട്. പക്ഷെ സ്പീഡ് കൂടാനുള്ള കാരണം എന്താ, ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ആ മൂവിനും എടുത്തുകൊണ്ട് കൂട്ടത്തിൽ പിന്നെ മുകളിലോട്ട് ഒരുപാട് പോകുന്നത് കൊണ്ടാണ്. പറഞ്ഞതിന്റെ സാരം നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരുപാട് വലിക്കരുത്, കാൽ എടുത്തോണ്ട് ഓടരുത്. അപ്പൊ നമുക്ക് ഇതുണ്ട്, ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ വണ്ടി നിന്നു, ബ്രേക്കിൽ നിന്ന് മാറി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുമ്പോൾ നമുക്കൊരു ഉരുളിച്ച കിട്ടി. ഈ ഉരുളിച്ച കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാൽ എന്ത് ചെയ്യരുത്, ക്ലച്ചിൽ നിന്ന് മുകളിലേക്ക് പോകരുത്. ഈ മുകളിലേക്ക് പോകുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡായി പോകുന്നത്. ഈ സ്പീഡ് കാരണം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കുകയും ചെയ്യുന്നു, കയ്യിൽ നിന്ന് വണ്ടി സ്റ്റിയറിംഗ് നേരെയാണോ എന്നൊക്കെ നോക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, വളഞ്ഞു പോകാനുള്ള കാരണം ഇപ്പൊ നമ്മളെ കാലിലാണ് കൺട്രോൾ മൊത്തം കിടക്കുന്നത്. കാരണം ഇപ്പൊ നമുക്ക് സ്പീഡ് പോവുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ക്ലച്ച് ഒന്ന് താത്ത് കൊടുത്താൽ മതി. കണ്ട, ക്ലച്ച് താത്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പരുവത്തിന് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടന്ന് നിൽക്കുകയും വേണം ചെയ്യാം, നടക്കുകയും ചെയ്യാം. കണ്ട, അപ്പൊ നമുക്ക് റിവേഴ്സ് എടുത്ത് നമുക്ക് വണ്ടി റിവേഴ്സ് എവിടം വരെ പോകണം അവിടം വരെ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് നിങ്ങൾ എടുത്തോണ്ട് ക്ലച്ചിൽ എടുത്തോണ്ട് ഓടാതിരുന്നാൽ മതി. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, റിവേഴ്സ് എടുക്കാം. ഞാനിപ്പോ ആ ലെഫ്റ്റ് സൈഡിലെ മിററിൽ തന്നെ നോക്കിയാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിലേക്ക് എടുത്തോണ്ട് പോകുന്നത്. ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഇപ്പം വണ്ടിക്ക് ഉള്ളിലത്തെ ആ ഒരു കാര്യം കൊണ്ട് ഞാനിപ്പം മുന്നോട്ട് എടുത്തുകൊണ്ട് വീണ്ടും ഇതുപോലെ തന്നെ നിങ്ങൾ പുറത്തിലെ ഈ വിഷ്വല് ഞാൻ ആ മിററിൽ കൂടെ തന്നെ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിപ്പോ ഇവിടെ വണ്ടി കിടക്കുന്നു, ഇവിടെ നമ്മൾ ആ ബാക്കിലേക്ക് പോകണം. നമുക്ക് ആ വണ്ടിയുടെ ജഡ്ജ്മെന്റ് ചെറുതായിട്ട് എടുത്തു. കാരണം ഈ സൈഡ് നമുക്ക് കറക്റ്റായിട്ട് ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ ആ മിററിൽ നോക്കിക്കൂടെ തന്നെ ഞാൻ പതിയെ എടുക്കുകയാണ്. കണ്ട, അപ്പൊ നമ്മൾ ആ നോക്കുന്ന സൈഡിലെ മിററിൽ നമ്മൾ അധികം ഗ്യാപ്പ് ഇടാതെ ഇതേ രീതിയിൽ അങ്ങനെ പതുക്കെ ഇറങ്ങിയാൽ മതി. കണ്ട, ഇതിൽ കൂടുതൽ ഗ്യാപ്പ് പോയാലേ എന്ത് സംഭവിക്കണം, ഇപ്പൊ നമുക്കിപ്പോ നമ്മൾ ബാക്കിലോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ ഗ്യാപ്പ് കൂടി വരിക. ഗ്യാപ്പ് കൂടിയാലേ എന്ത് സംഭവിക്കത്തുള്ളൂ, ഈ സൈഡിൽ പോയി തട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ നമ്മൾ അവിടെ ഒരു കാരണവശാലും നമ്മൾ നോക്കുന്ന സൈഡ് എന്ത് ചെയ്യരുത്, ഗ്യാപ്പ് ഇടാതെ ഇതേ രീതിയിൽ തന്നെ, കണ്ട, ഇതേ രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വണ്ടിയെ തട്ടാതെ തന്നെ നമുക്ക് ഇവിടെ ഈ സൈഡ് സ്പേസ് കിട്ടി കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് റിവേഴ്സ് എടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സൈഡ് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, അധികം ഗ്യാപ്പ് കൊടുക്കരുത്. നമുക്ക് ഇവിടുത്തെ ആ ഒരു സ്പേസ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അവിടെ ഗ്യാപ്പ് ഇച്ചിരി കൂട്ടി വേണമെങ്കിലും കൊടുക്കാവൂ. അതിലും ഓവറായിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാതെ ഇതേപോലെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ വാഹനം നമുക്ക് മുൻപോട്ടും എടുക്കുന്നത് പോലെ തന്നെ റിവേഴ്സും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ കാണിച്ചതും പറഞ്ഞു തന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, വ്യക്തമായി വിചാരിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ, അല്ല ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയം ജോ ഡ്രൈവിംഗ് എന്ന ഈ ഒരു ചാനലിൽ വന്ന് നിങ്ങൾക്ക് സംശയം ചോദിക്കാമെന്നാണ് ഞാനത് വീഡിയോ രൂപത്തിൽ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളതും അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.